ഹായ്, ഞാൻ ഇന്ന് പോകുന്നത് കുറച്ച് പുസ്തകങ്ങൾ വാങ്ങാനാണ് കേട്ടോ. എവിടെ നിന്നാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ആദ്യം കയറി ചെല്ലുന്നത് നന്ദിനി മേനോൻ്റെ ആംചോ ബസ്തർ എന്ന യാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നൊരു പുസ്തകത്തിൻ്റെ അടുത്തേക്കാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇൻസ്റ്റയിൽ കണ്ടതും കേട്ടതുമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ വലിയൊരു കളക്ഷൻ തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞു. നിസാർ ഇൽത്തുമിഷിൻ്റെ നൂറുൽ മുനീറുൽ പൂർണ്ണാനന്ദ എന്ന നോവൽ, ലഫ്റ്റനൻറ്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ്റെ ഇന്ത്യൻ റെയിൻബോ എന്ന ഒരു പട്ടാളക്കാരിയുടെ ഓർമ്മക്കുറിപ്പുകൾ, മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്ത കാലം, ഖാലിദ് ഹുസൈനിൻ്റെ ദ കൈറ്റ് റണ്ണർ, അങ്ങനെ പുതിയതും പഴയതുമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയായിരുന്നു അവിടെ. നമ്മൾ എന്തിനാണ് വായിക്കുന്നത്? വായിച്ചിട്ടൊക്കെ ഇപ്പോൾ എന്താ കാര്യമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവില്ലേ? മുന്നേ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏറ്റവും പ്രാഥമികമായ വായന എന്ന് പറയുന്നത് ഒരു വ്യക്തി അയാളിൽ നിന്നും പുറത്തു കടക്കാനുള്ള വലിയൊരു ഉപാധിയാണത്രേ. എത്ര ശരിയാണ്. നമ്മുടേതല്ലാത്ത എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഈ വായനയിലൂടെ ലഭിക്കുന്നു. പുസ്തകങ്ങൾ വാങ്ങാൻ വരുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു പുസ്തകമായിരുന്നു കേട്ടോ, എലിഫ് ഷെക്കിൻ്റെ ദ 40 റൂൾസ് ഓഫ് ലവ് എന്ന് പറയുന്നത്. ഇൻസ്റ്റയിൽ ഒരുപാട് കണ്ടിട്ടുള്ളൊരു പുസ്തകമാണ്. ഇതുമാത്രമല്ല, അവിടെ എല്ലാ തലത്തിലുള്ള പുസ്തകങ്ങളും അവൈലബിൾ ആണ്. ഞങ്ങൾ 3-4 അത്യാവശ്യം പുസ്തകങ്ങൾ അവിടെ നിന്ന് എടുത്തിരുന്നു. പിന്നീട് ഞാൻ കണ്ടതാണ് കേട്ടോ, സെൽഫ് പ്രയോറിറ്റൈസ് ചെയ്യുന്നവർക്കും സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം എന്നുള്ളവർക്കും പറ്റിയ ബുക്സാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മാതൃഭൂമിയുടെ മെഗാ ബുക്ക് ഫെയറിലേക്കാണ്. ഫെബ്രുവരി 1 മുതൽ 12 വരെ കേട്ടോ ഡേറ്റ്, ആരും മിസ്സാക്കണ്ട. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ബുക്സ് എടുത്തിരുന്നു, നല്ലൊരു ഓഫറും ഉണ്ട്. പ്ലേസ് വരുന്നത് പാലക്കാട് പുത്തൂർ മാർക്കറ്റിന് അടുത്തായിട്ടാണ്.